നോർത്ത് ഇന്ത്യയിൽ ഈ ബാക്ക്വേർഡ് ക്ലാസ്സും ആദിവാസികളും ജീവിക്കുന്ന സ്ഥലം. നമുക്ക് മനുഷ്യന് പോലും ഒരു മലയാളിക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവൻ്റെ ജീവിതം, സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടല്ല. ഇത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം പട്ടിണി എന്ന് പറയുന്ന സംഭവം ഇന്നും അവിടെ ഉണ്ട്. അതിന്റെ ഭീകര രൂപം തന്നെയാണ്. അവര് ഡിജിറ്റലാണ് ഇതിലൊക്കെ മാറ്റം ഉണ്ടായത്. ഡിജിറ്റൽ റവല്യൂഷൻ. കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ഇവിടെ കൺവേർഷൻ നടക്കുന്ന ആൾക്കാരൊന്നും അറിയുന്നില്ലല്ലോ. ഈ നരേന്ദ്രമോദിയും BJP ഇന്ത്യയിൽ സ്റ്റാർ ആയത് ഡിജിറ്റലാ. അല്ലെങ്കിൽ ഒരു ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ എങ്ങനെയാണ് ഇന്ത്യയിൽ സ്റ്റാർ ആവുന്നേ? അത് ഡിജിറ്റൽ റവല്യൂഷൻ കൊണ്ടാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ഗ്ലോബൽ ഒരു ലീഡർ ഉണ്ടായത്. തീർച്ചയായിട്ടും മറ്റുള്ള സ്റ്റേറ്റുകളിൽ അതിനേക്കാളും ചെയ്ത് രമൺ സിംഗ്, മറ്റുള്ള BJP നേതാക്കൾ ശിവരാജ് സിംഗ് ചൗഹാൻ, ഇവരെന്താ സ്റ്റാർ ആയത്? കാരണം അതേപോലെയുള്ള ഫോക്കസ് ചെയ്തില്ല. അത് തന്നെയാണ് ബാക്ക്വേർഡ് ക്ലാസ്സിനകത്ത് ഡിജിറ്റൽ റവല്യൂഷൻ ഉണ്ടായി. അവർ ലോകത്തെയും ഇന്ത്യയിലെ മറ്റുള്ള സിറ്റികളെ കാണാൻ തുടങ്ങി. ഉറപ്പായിട്ട് ഈ കാത്തലിക്സിനും മതപരിവർത്തനമായിട്ട് 1% ബന്ധമില്ല. ഇപ്പം ഛത്തീസ്ഗഡിൽ ദുർഗിലുണ്ടായ സംഭവം, 2 കന്യാസ്ത്രീകളെ അകത്തിട്ട് കഴിഞ്ഞപ്പോൾ ഈ ബജരാങ് ദള്ളുകാർ കയറി ജയ് ശ്രീറാം വിളിച്ചു. അപ്പം അതിന് ചുറ്റും ചില സ്ത്രീകൾ ഓടി വന്നു. അവർ ഹല്ലേലൂയ വിളിച്ചു.